ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞോളുടെ കറവ് വീഡിയോ. കുഞ്ഞോളെ സാധാരണഗതിയിൽ ചേട്ടനാണ് കറക്കാറുള്ളത്. കാരണം കുഞ്ഞോള് കുറച്ച് പ്രശ്നക്കാരി. അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറമെന്ന് വാങ്ങി പശുവാണ്, അവൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല രീതിക്ക് കറന്നിരുന്നതാണ്. പക്ഷേ ചേട്ടനൊരു ഓപ്പറേഷൻ വന്ന് ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ അമൽ വന്ന് കറന്ന് വന്നതോടുകൂടി അവൾ ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് കാലൊന്ന് കെട്ടിയിട്ടാണ് അവളെ കറക്കാറുള്ളത്. പിന്നെ അതൊരു ശീലമായി മാറി ചേട്ടനും. അപ്പോൾ അത് കാല് കെട്ടുമ്പോഴാണ് ഒരു കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ കയറുകൊണ്ടൊന്നും അത്ര വേദന ഒന്നും എടുക്കില്ല. ചെറുതായിട്ടൊന്ന് കെട്ടുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ അങ്ങനെയാണ് കറക്കാറുള്ളത്. അപ്പോൾ അത് കാലത്ത് എണീറ്റ് നമ്മുടെ കുട്ടൻ കാത്തിരിക്കുകയാണ് അവനെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 മണിക്ക് എണീക്കുമ്പോൾ കൂട്ടങ്ങനെ വിശന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കറന്നൊക്കെ തുടങ്ങിയപ്പോൾ 1 മാസം ആവാറായി. പ്രസവിച്ചിട്ട് 8-ാം തീയതിക്ക് 1 മാസമാവും. അപ്പോൾ നല്ലപോലെ പാലൊക്കെ കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ ഒരു 3 ലിറ്റർ പാൽ ഒരു കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഒരു കാമ്പിലെ പാൽ നമ്മൾ ഫുൾ കറക്കില്ല. അപ്പോൾ കുഞ്ഞോൾക്ക് കഴിഞ്ഞ പ്രസവത്തിനേക്കാളൊക്കെ നല്ലോണം പാലിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ എണീറ്റ് നമ്മൾ തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ്. തണുപ്പായാലും എന്തായാലും നമ്മൾ കുളിപ്പിക്കണം, എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് തേച്ച് കഴുകി അകിടൊക്കെ കഴുകി കുളിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ കറവ ഞാൻ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. ചേട്ടനാണ് അവളെ കറക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ നല്ല പാലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അകിട് നിറഞ്ഞിരിക്കുമ്പോൾ അവൾക്ക് ചവിട്ടാനുള്ള ഒരു ഇത് കുറവാണ്. മുകളിൽ കയറ്റി കെട്ടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കറക്കാം മുകളിലത്തെ തൊഴുത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് കയറ്റി കെട്ടില്ല. അപ്പോൾ ചെറിയൊരു കാലുവേദന ഇപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടാവാം. പിന്നെ അവളെ പ്രസവം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടീനെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ചെറുതായിട്ട് ഗർഭപാത്രത്തിൽ ഇൻഫെക്ഷനുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. നല്ല കുറവൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി മരുന്ന് ഒരു കോഴ്സും കൂടി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. അപ്പോൾ കാലുവേദനയാണ്. ഇപ്പോൾ ഭിത്തിയിൽ അവരുടെ കുളമ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നീർക്കെട്ട് വന്നിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ദേവുട്ടിയാണ് കേട്ടോ. ദേവുട്ടി ഈ മാസം 22-ാം തീയതിക്ക് 9 മാസം തികയും. ദേവുട്ടിക്ക് അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേവുട്ടീനെയും കാലത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ദേവുട്ടിക്ക് നല്ല സെമനാണ് വെച്ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു 2 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഇനിയൊരു പശുക്കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞൻ്റെ കാര്യം, കുഞ്ഞനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടിലാണ് അവൻ്റെ കാര്യം. എന്തായാലും അപകടനില തരണം ചെയ്തു. ജീവൻ ഇനി ഇതൊന്നും വരില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം ഹോമിയോ മരുന്നും പിന്നെ മെനോലെക്സ് പ്ലസ് ഗുളിക കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അവൻ ഇത്തിരി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവന് മാറട്ടെ. മാറുമ്പോൾ ഞാൻ അവൻ എങ്ങനെയാണ് ഇതിനൊക്കെ റിക്കവർ ചെയ്തതും അവനെ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിച്ചതെന്നൊക്കെയുള്ള വീഡിയോ ഇടാട്ടോ. അപ്പോൾ ചെറുതായിട്ട് അവനൊന്ന് നമ്മൾ കുടിപ്പിച്ച് ചേർത്തുക എന്ന് പറഞ്ഞ ഞാൻ കറക്കണ പശുക്കളെ ചെയ്യാറില്ല. പക്ഷെ ചേട്ടൻ അങ്ങനെയാണ്. പതുക്കെ ഒന്ന് അടുത്ത് കൊണ്ട് കെട്ടും. ഇവളാണെങ്കിൽ സമ്മതിക്കില്ല. മറ്റു പശുക്കളുടെ പോലെയല്ല. ഇപ്പം ചക്കരേനൊന്നും കറക്കുമ്പോൾ നമ്മുടെ അടുത്ത് കുട്ടീനെ കെട്ടണം എന്നില്ല. പക്ഷേ കുഞ്ഞോളെ സംബന്ധിച്ച് അവൾക്ക് ഇപ്പോഴും കുട്ടീനെ അടുത്ത് വേണം. കുട്ടിയെ അടുത്ത് നിന്ന് കുട്ടീനെ കുത്തി നിന്ന് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ പറയുക, മനുഷ്യന്മാർ കെട്ടിപ്പിടിച്ച് നിൽക്കണ പോലെ അവൾക്ക് കുട്ടീനെ ഇങ്ങനെ കഴുത്തുകൊണ്ട് അടുത്തൊക്കെ അടുപ്പിച്ച് പിടിച്ചാലാണ് അവൾ കറക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കുഞ്ഞിനെ തൊട്ടടുത്ത് കെട്ടും. കഴിഞ്ഞ പ്രസവത്തിൽ നമ്മളങ്ങനെ കെട്ടി 1 വയസ്സ് വരെ മോരിക്കുട്ടനെ നോക്കേണ്ടി വന്നു. എന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാവും. അപ്പോൾ അകിടൊക്കെ കഴുകി തുടച്ച് ഞാനങ്ങനെ ചേട്ടൻ ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് വളരെ അപൂർവം സമയങ്ങളിലാണ് കുഞ്ഞോളെ കറന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 4ാമത്തെ പ്രസവമാണ് കുഞ്ഞോളുടെ. അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കിപ്പോൾ നല്ല പാല് കിട്ടിയിട്ടുണ്ട്. 12 ലിറ്റർ പാല് നമ്മളിപ്പോൾ കറന്നു. പിന്നെ കുഞ്ഞിന് ഒരു 2 ലിറ്റർ പാല് കാലത്തും 1 ലിറ്റർ പാല് ഉച്ചയ്ക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ലിറ്റർ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഉഷാറായിട്ട് വരും. ഒരു 2 മാസം 2.5-3 മാസം കഷ്ടി നമ്മളങ്ങനെ പാല് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല അവർ തിന്ന് കുടിച്ചൊക്കെ തുടങ്ങുമ്പോൾ വരെ നമ്മൾ നല്ല പാല് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വരും. ഇപ്പോൾ നമുക്ക് 6-7 പശുക്കൾ പ്രസവിച്ചപ്പോൾ ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ അതിലിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞനാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വയ്യായിട്ടുണ്ടായത്. ബാക്കിയൊക്കെ നല്ല കുട്ടികളായിട്ട് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ കറവ വീഡിയോ കാണാം ഇന്നത്തെ. വാലടി എന്ന് പറഞ്ഞിട്ട് വാലടിയല്ലേ?
എന്നോട് ദേഷ്യം നോണ്ടു. എന്നിട്ട് കുഞ്ഞോളെ വട്ടയാൾ നീക്കിക്കും. കുഞ്ഞോളെ ഞാനങ്ങനെ കറക്കാറില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇനി ബക്കറ്റ് തട്ടി കളയുമെന്ന് ബക്കറ്റിൽ പാല് തട്ടി കളയുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പകർന്ന് ഒഴിച്ചിട്ടാണ്. അങ്ങനെയൊന്നും ഞാൻ മറ്റു പശുക്കളെ കറക്കുമ്പോൾ ചീല ഒറ്റടിക്ക് കറക്കാറാണ് പതിവ്. പക്ഷേ അധികം പാലുള്ളപ്പോൾ നമുക്ക് കറവ് കഴിയണവരെ ആ ബക്കറ്റിൽ തന്നെ വയ്ക്കുമ്പോൾ പേടിയാണ്. കാലം അങ്ങനെ തട്ടിയാൽ കിട്ടിയ പാല് മുഴുവൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞോളെ ചേട്ടനാണല്ലോ കറക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കറന്ന് നോക്കണം. ഒരു ദിവസം ചേട്ടൻ അങ്ങനെ പറ്റിയെങ്കിൽ നമുക്ക് കറക്കാൻ പറ്റണ്ടേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പശുക്കളെയും ഞാൻ കറന്ന് നോക്കൂട്ടോ. വലിയോളെയും കുഞ്ഞോളെയും മാത്രം ചേട്ടൻ തന്നെയാണ് കറക്കുക. കുഞ്ഞോൾക്ക് നല്ല പോലെ പാലുണ്ടെങ്കിലും കുഞ്ഞോൾക്ക് എടുക്കുമ്പോഴൊന്നും അങ്ങനെ പാല് പോകുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ബൈ ചാൻസ് ഒന്ന് ഉറങ്ങിപ്പോയി നേരം വൈകുകയാണ് എണീക്കാന്ന് വെച്ചാൽ പാലങ്ങനെ പോയി കിടക്കില്ല. നമ്മൾ ദൈവട്ടിക്കാണ് പ്രസവിച്ച് വെച്ചിങ്ങനെ നിറയെ പാലൊക്കെ പോയി കിടക്കും തൊഴുത്തിലൊക്കെ. അപ്പോൾ കുഞ്ഞോളെ കാമ്പുകളൊക്കെ നല്ല ടൈറ്റാണ്. നല്ല പോലെ വലിച്ച് കറക്കുക തന്നെ വേണം കുഞ്ഞോളെ. രണ്ട് മുതലാണ് പാല് മുഴുവല്ലേ? രണ്ട് മുതൽ പാല് നല്ലോണം പാല വെന്തല്ലോ. പാല് കുറവാണ്. എനിക്ക് അറിഞ്ഞിട്ടില്ല ബാക്കുമല്ല പാല് കുറയൊന്നുമില്ല. അപ്പോൾ ചേട്ടന് ഞാൻ കറക്കുന്നത് കാണുമ്പോൾ തോന്നുകയാണ് ചേട്ടൻ കറക്കണ പാല് കുറവാണെന്നൊക്കെ പറയുകയാണ്. പക്ഷേ
അളന്ന് നോക്കിയപ്പോൾ കറവ് കഴിഞ്ഞ് അളന്ന് നോക്കിയപ്പോൾ മനസ്സിലായി കറക്റ്റ് അതേ കിട്ടണ പാല് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അനങ്ങാണ്ടിക്ക് ആകെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന കാരണേ കാലുവാനൊക്കെ ഇല്ലെങ്കിൽ ചവിട്ടി തെറിപ്പിക്കും. അപ്പോൾ കുഞ്ഞോളുടെ കറവൊക്കെ കഴിഞ്ഞു. കുട്ടനെ നമ്മുടെ പൊന്നനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അവൻ്റെ ഇടി ഭയങ്കരമാണ്. അവൾക്ക് കുടിച്ച് കഴിയുമ്പോഴേക്കും ദേഷ്യം വരും, കിടക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിർത്തുകയാണ്. അപ്പോൾ നല്ല പോലെ പാലൊക്കെ കുടിച്ച് നല്ല നല്ല കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.